ഞാനും അമ്മയും ദീപും ഇന്ന് വി ബി മാളിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ തൃപ്രയാറ് 2 മാളുകളുള്ളത്. ഒന്ന് വൈമാള്, രണ്ടാമത്തെ വി ബി മാള്. വി ബി മാൾ എന്ന് പറയുമ്പോൾ ഇവിടെ വി ബി സിനിമാസാണ് പ്രധാനമായിട്ട്. ഞാനും ദീപും ഈയിടെയായിട്ട് എല്ലാ സിനിമകളും ഇവിടെ തന്നെയാണ് കാണാറ്. 3 സ്ക്രീനാണ് ഇവിടെ ഉള്ളത്. പിന്നെ റിലയൻസിന്റെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റും ഫുഡ് കോർട്ടിൽ ഒരു 3-4 ഔട്ട്ലെറ്റും ഉണ്ട്. പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, ടോണിയങ്കയുടെ ഒരു സലൂണും ഉണ്ട്. ഒരു ദിവസം ഞാൻ ഗുരുവായൂർ ഒരു റെസ്റ്റോറൻറ്റിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറച്ച് തമിഴന്മാർ വന്നിട്ട് ഇഡ്ഡലി ചോദിച്ചു. അപ്പോൾ നമ്മുടെ മലയാളികൾ ഇഡ്ഡലി കൊണ്ടുകൊടുത്തപ്പോൾ അവർ ചോദിച്ചു, എന്നടാ അത് ഇഡ്ഡലിയാടാ അത് എന്ന് ചോദിച്ചു. അന്നേരം ഇവരെന്തെങ്കിലും അലമ്പുണ്ടാക്കണേന്ന് ഞാൻ ആലോചിച്ചെങ്കിലും പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയേ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അവരുടെ നാട്ടിൽ ഇഡ്ഡലി കിട്ടാന്ന് പറഞ്ഞാൽ പൂ പോലത്തെ ഇഡ്ഡലിയാണ്. അങ്ങനത്തെ ഇഡ്ഡലി നമ്മുടെ നാട്ടിൽ കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദോശയിലും ചട്നിയിലും ഇഡ്ഡലിയിലും ഇങ്ങനെയുള്ള വെജിറ്റേറിയൻ ഐറ്റംസിലൊന്നും തമിഴ് മക്കളെ വെല്ലാൻ മലയാളികൾക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ തമിഴന്മാർ നടത്തുന്ന ശ്രീമു ശരവണഭവൻ പോലുള്ള ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ നല്ല കിടിലൻ ഐറ്റംസ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾക്ക് തമിഴ് രുചികൾ കഴിക്കാൻ തോന്നുമ്പോൾ ഞങ്ങൾ ശ്രീമു ശരവണഭവനിലേക്ക് വരാറ്. അമ്മയ്ക്ക് എന്തിനാ കഴിക്കണേ? ബട്ടൂരാണല്ലേ നിനക്ക്? അപ്പം 2 ബട്ടൂരല്ലേ? ചൂടുണ്ടോ? തണുത്ത വെള്ളമാണോ? ദോശ ഞാൻ പറഞ്ഞില്ലേ? ഊത്തപ്പം മതിയില്ലേ? ഊത്തപ്പം പോരെ, ദോശ വേണം നിനക്ക്? എല്ലാത്തിനും ടേസ്റ്റ് നോക്കാം അല്ലേ അമ്മ? ആദ്യം ഓർഡർ ചെയ്ത ഞങ്ങളെക്കാൾ മുമ്പ് തൊട്ടപ്പുറത്തെ ടേബിളിൽ കിട്ടിയപ്പോൾ ദീപ് വയലൻ്റ് ആവാൻ തുടങ്ങി. പക്ഷേ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ഞങ്ങളുടെ ഐറ്റം ഇവിടെ ടേബിളിലെത്തി. ഇതാണ് 7 ടേസ്റ്റ് ഊത്തപ്പം. സംഗതി നല്ല കളറായിട്ടുണ്ട്. 7 വ്യത്യസ്ത തരത്തിലുള്ള ഊത്തപ്പം, അതിൻ്റെ ഒപ്പം 3 തരത്തിലുള്ള ചട്നികളും പിന്നെ സാമ്പാറും ഉണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള 7 ഊത്തപ്പങ്ങൾ ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോണേ. ഇതിൽ ഓരോന്നിലും സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ള തർക്കമായി ഞാനും അമ്മയും ദീപും. ഓരോ ഐറ്റംസും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തീരുമാനിക്കുക എന്നുള്ള ധാരണയിൽ എത്തുമ്പോഴേക്കും അടുത്ത ഐറ്റം എത്തി. ഇതാണ് മഷ്റൂം മസാല ദോശ. അതെനിക്ക് അതിൻ്റെ ഐറ്റാ. ഇത് കോമൺ ഐറ്റം. മഷ്റൂം ദോശ പൊളിച്ചുട്ടാ. നിങ്ങൾക്ക് വിഷമം വരണ്ടേ ദീപൻ കണ്ടിട്ട്? ഇത് കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കഴിക്കണമെന്ന് ആഗ്രഹമില്ല? അമ്മായിനും മരുമോളും ഒരുമിച്ച് ആക്രമിക്കുക. സത്യം പറയാലോ, അമ്മയുടെ ദീപുവിന് കഴിപ്പ് കണ്ടിരുന്നപ്പോൾ ഞാനാണ് ഇത് ഓർഡർ ചെയ്തതെന്ന് ഞാൻ മറന്നുപോയി. ഒരു പീസ് ദോശ പൊട്ടിച്ച് അതിലേക്ക് സെൻറ്ററിൽ നിന്ന് കുറച്ചധികം മഷ്റൂമും കൂടി കയ്യിലെടുത്തു. മഷ്റൂമൊക്കെ എന്തോരം മഷ്റൂം അല്ലേ? ഇതിപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ദോശയാണോ? ഈ ഒരു ദോശയോടൊപ്പം ചട്നി ഒന്നും ആവശ്യമില്ല. എന്നാലും ചുവന്ന ചട്നിയിൽ മുക്കിയിട്ട് ഞാൻ ഒരു പീസ് കഴിച്ചു നോക്കിയിട്ട. ഗംഭീര ചട്നിയുണ്ട്. മഷ്റൂം കാലിയായില്ലേ? ശരിക്ക് മഷ്റൂമിനൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടാ? കിട്ടിയിലാണ് ടേസ്റ്റുള്ള മഷ്റൂം മസാല ദോശയാണെങ്കിലും എനിക്ക് മുഴുവനായിട്ട് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. കാരണം വേറൊന്നല്ല, ഇതന്നെ. ഇനി എപ്പോഴെങ്കിലും വന്നിട്ട് ഒരെണ്ണം ഫുള്ളായിട്ട് കഴിക്കണമെന്നുണ്ട്. ദീപു അമ്മയും ഓർഡർ ചെയ്തത് ഭട്ടൂരയാണ്. അതിലൊരെണ്ണം എത്തിയിട്ടും അതിനൊന്ന് മൈൻഡ് പോലും ചെയ്യാണ്ട് അതിശയിപ്പിക്കുന്ന ഒത്തൊരുമയോടെ ആ മഷ്റൂം മസാല ദോശയുടെ പൊട്ടും പൊടിയും വരെ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭട്ടൂര കഴിക്കണില്ലെന്ന് ഞാൻ ദീപുവിനോട് ചോദിച്ചപ്പോൾ ദീപ് പറയാം അപ്പോൾ ഈ ഊത്തപ്പം ടേസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അതോടെ ഞാൻ ഓർഡർ ചെയ്ത 2ാമത്തെ ഐറ്റവും തീരുമാനമായി എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ എല്ലാ ഊത്തപ്പം ഒരു സൈഡിലേക്ക് വയ്ക്കും. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരെ. ആദ്യം
നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാക്ക സ്നേഹതരം ബീച്ച് വന്ന മാതിരി ഇരിക്കണേ. ആദ്യം ഞങ്ങൾ എടുത്ത ഊത്തപ്പം മഷ്റൂമായിരുന്നു. പക്ഷേ ദീപു പറഞ്ഞു അത് അണ്ടിപ്പരിപ്പാന്ന്. ഊത്തപ്പം ഏതാന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ, ഒരു കാര്യം പറയാം, സംഗതി ഉഷാറായിരുന്നു. ദൈവമേ, ഗംഭീരത്. അമ്മ ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്തേ. ദീപു ഈ ഒരു കഷ്ണം എടുത്തോ. കഴിച്ച അമ്മ കഴിച്ചാ എങ്ങനെയുണ്ട്? 7 ടേസ്റ്റ് ഊത്തപ്പത്തിൽ ആദ്യത്തെ ഊത്തപ്പം തന്നെ കലക്കി. എനിക്കും ദീപുവിനും അമ്മയ്ക്കും ഒരുപോലെ ഇഷ്ടമായി. ശരിക്കും ഇതിന് ചട്നി വേണ്ടല്ലേ? ഓ, ഒരു കഷ്ണം കഴിക്കണ്ടേ? അത് പകുതി അമ്മയ്ക്ക് കൊടുത്താ, പകുതി അമ്മ എടുത്തോ, പകുതി അമ്മ എടുത്തോ. അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതെന്തിട്ടാ? ഇതെല്ലാം അണ്ടിപ്പരിപ്പ്. ഇതെന്തിട്ടാ? ഇത് അണ്ടിപ്പരിപ്പല്ല എടി, ഇതാണ് അണ്ടിപ്പരിപ്പ്. അത് കപ്പലണ്ടി. അതെ, ഇതല്ല അണ്ടിപ്പരിപ്പ്. ഇതാ, ഇതാണ് അണ്ടിപ്പരിപ്പ്. നിങ്ങൾ കഴിച്ചു നോക്കിയാ? അടിപൊളിയുണ്ട്. നിങ്ങൾ അണ്ടിപ്പരിപ്പാണ് കപ്പലണ്ടി പറയും. ഏതാ അണ്ടിപ്പരിപ്പ്? ആരല്ല പറഞ്ഞ? ഒന്നും കഴിച്ച് എടുത്തിട്ടില്ല. ഇനി ചമ്മന്തി എടുത്തിട്ടില്ല, കാരണം ഇത് തന്നെ ടേസ്റ്റ് ഉള്ളതുകൊണ്ടേ. ഞാൻ വിളിക്കാട്ടാ. അമ്മ അടിപൊളിയില്ലേ? എൻ്റെ ദൈവം, ഇത് മസ്റ്റ് ട്രൈ ആട്ടാ. ഇത് കിട്ടിയ സാധനം ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഊത്തപ്പം ആദ്യമായിട്ട് കഴിയണം. ഓക്കെ, അണ്ടിപ്പരിപ്പ് കൊഴിഞ്ഞു കൊണ്ടുപോയി അല്ലേ? എന്തോ എന്നാ അമ്മയ്ക്ക് പട്ടൂര കണ്ടിട്ട് കൊതി തയ്ക്കില്ല. എന്നാ പകുതി എടുത്തോ. അപ്പൊ നമുക്ക് ഊത്തപ്പം വേണ്ട. എന്നിട്ട് തന്നത് ഒനിയനല്ലേ അത്? ഇതില് 7 ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഊത്തപ്പത്തിൻ്റെ കൂടെയായാലും ദോശയുടെ കൂടെയായാലും ഇവർ സെർവ് ചെയ്യണ ചട്നിയൊക്കെ സൂപ്പറാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ആ ചട്നിയുടെ പോലും ആവശ്യമില്ലാത്ത രീതിയിൽ അത്രയും ഗംഭീരമായിട്ടുള്ള ഊത്തപ്പമായിരുന്നു. ഓരോ ഊത്തപ്പവും ഒന്നിനൊന്ന് മെച്ചം. ഇത് പനീറാന്നുണ്ട്, ഇത് പനീറാ. പനീറും നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗ്രീൻ പീസിൻ്റെ ഊത്തപ്പവും പിന്നെ അതിൻ്റെ തൊട്ട് പുറകെ ക്യാരറ്റും ബീൻസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഊത്തപ്പം ട്രൈ ചെയ്തു. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും ബീൻസിൻ്റെ തോരന കഴിയ പോലത്തെ അല്ല, ബീൻസിൻ്റെ ഉപ്പേരി ദീപുവിൻ്റെ ആക്രമണത്തിൻ്റെ ഇടയിൽ ആ ഗ്രീൻ ചട്നി എടുക്കാൻ ഞാൻ ഇത്തിരി പ്രയാസപ്പെട്ടു. നല്ല കിടിലൻ ടേസ്റ്റുള്ള ഗ്രീൻ ചട്നി ആയിരുന്നു കേട്ടോ. അടിപൊളി ഗ്രീൻ ചട്നി. ഇത്തിരി വൈറ്റ് ചട്നി കൂടി നോക്കാം. 3 ചട്നി, 1.5 സംഭവം ഉണ്ട്. നമ്മൾ കുറച്ചധികം രുചികളൊക്കെ കഴിച്ച് ചെറിയൊരു മട്ടിപ്പോ മരവിപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സബോള എടുത്ത് അങ്ങോട്ട് കടിച്ച് തിന്നാം. അപ്പോൾ ആ മരവിപ്പും മട്ടിപ്പൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. അങ്ങനെ എൻ്റെ മട്ടിപ്പൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇത്തിരി ചന മസാല എടുത്ത് ഒഴിച്ചു. എന്നിട്ട് അതിൽ ഒരു കഷ്ണം ബട്ടൂര മുക്കി അങ്ങോട്ട് കഴിച്ചു. നല്ല കിടിലൻ ടേസ്റ്റുള്ള ചന മസാലയായിരുന്നു. പക്ഷെ ബട്ടൂര ഇത്തവണ കുറച്ച് കട്ടി കൂടുതലായിട്ട് എനിക്ക് തോന്നി. മുൻപ് കഴിച്ചപ്പോൾ ഇത്രയും കട്ടി ഉണ്ടായിരുന്നില്ല. ബട്ടൂര കട്ടി ഇത്തിരി കൂടുതലാണ്, നല്ല കട്ടിയുണ്ട്. ചന മസാല അടിപൊളിയുണ്ട്, ബട്ടൂര കുറച്ച് കട്ടി കൂടുതലാണ്. അടുത്തതായിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടിയാണ്. കുറച്ച് ചന മസാലയും ബട്ടൂര എടുത്തിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് അങ്ങോട്ട് വെക്കും. ഈ പച്ചമുളകിൻ്റെ ആ എരിവ് തലക്കടിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക കിക്ക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണത്. ഇപ്പം പറഞ്ഞ ആ പച്ചമുളകിൻ്റെ എരിവ് മാറുന്നതിന് മുമ്പ് ബാക്കിയുള്ള ബട്ടൂരയും കൂടി ഞാൻ കഴിച്ചു തീർത്തു. അമ്മയുടെയും ഫുഡ് അടി കഴിഞ്ഞു കൂട്ടാ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. അമ്മയുടെ ഊത്തപ്പത്തിൻ്റെ പകുതി ഞാൻ എടുത്തിരുന്നു. പിന്നെ ഒരു കഷ്ണം ദീപുവിനെ കിട്ടിയത്. ഞങ്ങളുടെ കഴിപ്പൊക്കെ കഴിഞ്ഞെങ്കിലും ദീപുവിൻ്റെ മെയിൻ ഊത്തപ്പം ദീപു ഇപ്പോൾ തുടങ്ങാൻ പോണേ ഉള്ളൂ കേട്ടാ. മുളക് കടിച്ചേക്ക് കച്ചോ എങ്ങനെ അറിയാലോ.
ദീപുവിന് എരിവ് തീരെ പറ്റില്ലേ. ഞാൻ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ കടിച്ചു നോക്കിയതാ, പക്ഷേ നല്ല എരിവ് കിട്ടി. അതിനുശേഷം പിന്നെ സലാഡും പച്ചക്കറിയൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് ഒരു വിധത്തിൽ എരിവ് അങ്ങോട്ട് മാറ്റിയത്. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ ചായ എത്തി. ചായ നല്ലതാണെങ്കിലും നല്ല റേറ്റും ഉണ്ട് കേട്ടോ. 20 രൂപയാണ് ചായക്ക് ചാർജ് ചെയ്യണത്. സ്റ്റീൽ ടംബ്ലറിൽ എപ്പോൾ ചായ കിട്ടിയാലും ദീപുവിന് ആറ്റി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ദീപു പിണങ്ങും. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇത് തന്നെയാണ് ശീലം. കുടിച്ചു നോക്കിയപ്പോൾ ചായയിൽ മധുരം കുറവായിരുന്നു. അതോടെ ദീപുവിൻ്റെ മുഖം അങ്ങോട്ട് വാടി. അമ്മയ്ക്ക് മധുരം കുറവ് മതി എന്ന് പറഞ്ഞപ്പോഴേ അവർ ഞങ്ങളുടെ ചായയിലും മധുരം കുറച്ചിട്ടു. നിങ്ങൾക്ക് മധുരം മീഡിയം മതി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എല്ലാത്തിനും മധുരം മീഡിയമാക്കി. ആരല്ല മധുരം ഇത്ര മതി അല്ലേ ദീപോ? അമ്മയുടെ ചായയിൽ നിന്ന് കുറച്ചും കൂടി ചായ കിട്ടിയപ്പോൾ ദീപു മധുരം കുറവാണെന്നുള്ള എൻ്റെ പരിഭവമൊക്കെ അങ്ങോട്ട് മറന്നു. കൈ കഴുകിയതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സംശയ നിവാരണം എനിക്ക് നടത്താനുണ്ടായിരുന്നു. വേറൊന്നല്ല, 7 ഊത്തപ്പം. അത് ഏതൊക്കെയാണെന്ന് ഇന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഗോബി ഒന്ന്, ഗ്രീൻ പീസ്, പനീർ, മഷ്റൂം, ഇത് ആണിയൻ, ഇന്നൊന്ന് വെജിറ്റബിൾ. അപ്പോൾ ഊത്തപ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല് ഇതാണ്. എല്ലാ ഐറ്റത്തിൻ്റെ റേറ്റ് ഇതിൽ കാണാം. ശരവണഭവൻ അല്ലാണ്ട് നോൺ വെജ് ഐറ്റംസിനെ ബിരിയാണി കഫേ എന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റും പിന്നെ ചിക്കിങ്ങിൻ്റെ ഔട്ട്ലെറ്റും ഇവിടെ ഉണ്ട്. മറ്റൊരു പ്രധാന കാര്യം എനിക്ക് ഇഷ്ടമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മാളാണെങ്കിലും ശ്രീമു ശരവണഭവൻ രാവിലെ 7 മണിക്ക് തുറക്കും. അങ്ങനെ വളരെ സന്തോഷമായിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് ഞാനും ദീപു അമ്മയും അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.